അനന്തപുരിയുടെ പഴമയ്ക്ക് മറ്റൊരു ഏടുകൂടി രചിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി. തിരുവനന്തപുരം ജില്ലാ കോടതി ഉണ്ടായിട്ട് ഇന്ന് 200 വർഷം തികയാണ്. 1811 തിരുവനന്തപുരത്ത് നിർമ്മിച്ച ജില്ലാ കോടതി ഈ വർഷം അതിന്റെ 200ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ജന്മദിന ആഘോഷ ചടങ്ങുകളിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ചെലമേശ്വർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, നിയമമന്ത്രി KM മാണി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ പ്രവർത്തകനുമായ അനന്തപുരിയുടെ മന്ത്രി VS ശിവകുമാർ, തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മഹാരാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുടങ്ങി നിയമവിദഗ്ധരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പ്രതിഭാധരന്മാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എനിക്ക് തോന്നുന്നു മൺട്രോ സാഹിബാണ് റെസിഡന്റ് ഗവർണറായിരുന്നു, ദിവാനായിരുന്നു. മൺട്രോ സാഹിബാണ് അന്ന് അവിടെ ജില്ലാ കോടതി സ്ഥാപിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നു, അത് വളർന്ന് വികസിച്ച് ഈ തിരുവനന്തപുരം ജില്ലാ കോടതിക്കുള്ള ഇന്ന് എത്രമാത്രം നല്ല രീതിയിലേക്ക് ഇത് വളർന്നിരിക്കുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ജില്ലാ കോടതിക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. പുതിയ കെട്ടിടത്തിലേക്ക് കോടതി മാറിയെങ്കിലും പഴമയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. ജില്ലാ കോടതിയുടെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നും പഴയ കെട്ടിടത്തിലാണ്. ദീർഘകാലമായുള്ള അനന്തപുരിയുടെ ആവശ്യമായ ഹൈക്കോടതി ബെഞ്ചിനായുള്ള കാത്തിരിപ്പിന് ഇനിയും അവസാനമായിട്ടില്ല. ഇതിനുള്ള പരിഹാരവും പ്രതീക്ഷയും സാർത്ഥകമാകാനുള്ള അവസരവും ഈ ചടങ്ങിൽ ജസ്റ്റിസ് ചെലമേശ്വർ പ്രഖ്യാപിച്ചു. Well, I know this problem ever since I came as the Chief Justice of the state. On a few occasions, few people raised this problem before me. On this occasion, since mention was made in the presence of both the Governor and the Chief Minister, it's now my responsibility to react to the suggestion made by the Honorable Law Minister. I, Mr. Minister, shall certainly bring it to the notice of the court, full court, and take the views of the court. And you know, like any other institution in a democratic system, no individual takes decisions in an institution. When it is said it is the Chief Justice, normally it is the full court that looks into these matters. But all the executive action of the state is to be undertaken in the name of the Governor. The Constitution also mandates that such executive action is to be guided by the advice of the Council of Ministers. Similarly, when a Chief Justice is required to take a decision, a Chief Justice is certainly required to take a decision in consultation with the full court, all the honorable judges of the High Court. ഇതിനോടൊപ്പം തന്നെ ജില്ലാ കോടതി പരിസരത്ത് സായാഹ്ന കോടതിയും ഇന്ന് ജസ്റ്റിസ് ചെലമേശ്വർ ഉദ്ഘാടനം ചെയ്തു. ഇത് കേരളത്തിലാദ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന 3ാമത്തെ തൂണായ കോടതികളിൽ 200 വർഷത്തെ ചരിത്രത്തിൽ അനന്തപുരിയും വന്നു എന്നത് നമ്മൾ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ വക തരുന്നത് തന്നെ.